اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാതിരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. 2025 അഥവാ ഈ വർഷത്തെ സെൻസസ് പ്രകാരം, ഐക്യരാഷ്ട്രസഭയുടെ കണക്കെടുപ്പ് പ്രകാരം ലോകത്ത് 820 കോടി മനുഷ്യരാണ് ജീവിക്കുന്നത്. അതിൽ 147 കോടി മനുഷ്യർ ഇന്ത്യയിലാണ്, 141 കോടി മനുഷ്യർ ചൈനയിലുമാണ്. അങ്ങനെയാണ് 2025 കണക്ക് നമ്മെ സൂചിപ്പിക്കുന്നത്. ജനസംഖ്യാ നിയന്ത്രണം ഒരു ഭാഗത്ത് മുറവിളി കൂട്ടുമ്പോൾ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഉന്നതാധികാര നിയമ സംവിധാനങ്ങളിൽ വിരാജിക്കുന്നവർ പോലും അവർ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനസംഖ്യാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിഹാദ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജനസംഖ്യാ ജിഹാദ് ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയിലെ ഉന്നതനായ ഒരു അഭിഭാഷകനാണ്. അതുപോലെ തന്നെയാണ് 2 കുട്ടികൾ അതിൽ കൂടുതലുള്ളവർക്ക് വോട്ടവകാശം നിഷേധിക്കണമെന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. എന്ന് മാത്രമല്ല, 2 കുട്ടികളിൽ അധികമുള്ളവർക്ക് ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും തടയണം, അതുപോലെ നിയമസഭകളിലോ മറ്റോ മത്സരിക്കുന്ന ഒരു സംവിധാനം പോലും അവരെ കൊണ്ട് തടയണമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഇവിടെയാണ് ഇന്ന് അഥവാ ജൂലൈ 11-ാം തീയതി ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായിട്ട് അവർ ആചരിക്കുന്നത്. നമുക്കറിയാം, ജനസംഖ്യാ ക്ലോക്ക് എന്ന് പറയുന്ന വേൾഡ് പോപ്പുലേഷൻ ക്ലോക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. വേൾഡ് പോപ്പുലേഷൻ ക്ലോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്താൽ ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ട്, ഓരോ മിനിറ്റിലും ലോകത്ത് എത്ര പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നൊക്കെയുള്ള കണക്ക് അറിയുവാനുള്ള മഹാത്ഭുതം നമ്മുടെ കൈകളിലിരിക്കുന്ന യൂട്യൂബിൽ കൂടി കാണുവാൻ സാധിക്കും.
അത്രയ്ക്കും ലോകം പുരോഗമിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഐക്യരാഷ്ട്രസഭ ഈ ജനസംഖ്യാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസത്തെ ആചാരമായി അവർ കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, വികസനമാണ്. ജനപ്പെരുപ്പമുണ്ടായാൽ ദാരിദ്ര്യമുണ്ടാകും, അതുപോലെ തന്നെ വികസനങ്ങളൊക്കെ തടയും എന്നുള്ള ഒരു തെറ്റായ ഒരു ചിന്തയാണ് ഇതുപോലെയുള്ള സമിതികൾക്ക് ഇങ്ങനെയുള്ള ദിനങ്ങൾ ആചരിക്കുവാനുള്ള പ്രചോദനം. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു നിയമം വൺ ചൈൽഡ് പോളിസി എന്നാണ്. ഒരു കുട്ടി നയം, ഒന്നു മതി, രണ്ടുപേർക്ക് ഒന്നു മതി എന്നുള്ള നയം സ്വീകരിച്ച ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇന്ന് മുറവിളി കൂട്ടുകയാണ്. ഗവൺമെന്റ് തലത്തിൽ തന്നെ കുടുംബത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നും ലഭിക്കും, അതുകൊണ്ട് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുവാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകണം എന്ന്. ഒരെണ്ണം മതി എന്ന് പറഞ്ഞിരുന്ന ഗവൺമെന്റുകൾ പോലും അതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു ലോകത്താണ് വിശ്വാസികളെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നാം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും അവിടെയുള്ള നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവിടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നൽകുന്നത് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. സർക്കാർ അങ്ങനെയുള്ള ഒരു ലോകമായി മാറി. ജനസംഖ്യാ പെരുപ്പം വികസനം ഉണ്ടാക്കുന്നതിന് തടയും എന്നുള്ള തെറ്റിദ്ധാരണ അത് വെറും മിഥ്യയാണെന്ന് ലോകം തിരിച്ചറിയുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യങ്ങൾ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അവർ കുഞ്ഞുങ്ങളെ കൂടുതൽ പെറ്റുപെരുകണം എന്നുള്ള ഒരു നയത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് ഇന്ന് ജൂലൈ 11 ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് കുട്ടികളെ കുഴിച്ചുമൂടിയത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളിൽ കൂടി അതിനെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്താണ്. സൂറത്ത് ഇസ്രായിലെ 31-ാമത്തെ ആയത്താണ്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പ്രവാചകരെ അവരോട് പഠിപ്പിച്ചു കൊടുക്കുക, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്, വമ്പിച്ച പാതകമാണ് ഈ കൊലയെന്ന് പ്രവാചക അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 151-ാമത്തെ വചനത്തിലും സമാനമായിട്ടുള്ള വചനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയൊന്നും ഭയപ്പെടണ്ട. വമാ മിൻ ദാബ്ബത്തുൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഉപജീവനത്തിന്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നത് നാമാണ്. ലോകത്തുള്ള ഭൂമിയിലുള്ള എല്ലാവർക്കും റിസ്ക് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അത് റബ്ബിന്റെ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് സൂറത്തുൽ ഹൂദിലെ 6-ാമത്തെ ആയത്തിൽ കൂടി. നേരെമറിച്ച് കുട്ടികൾ ഉണ്ടാകുമ്പോഴേക്കും ദാരിദ്ര്യമുണ്ടാകും എന്നുള്ള ഭയപ്പാട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചും കൃത്യമായി സൂറത്തുൽ ബഖറയുടെ 268-ാമത്തെ ആയത്തിൽ അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ, ശൈത്വാനാണ് നിങ്ങളെ ദാരിദ്ര്യത്തെ കുറിച്ച് ഭയപ്പെടുത്തുന്നത്. നിങ്ങൾ ഫഖീറായി പോവും, നിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ നിങ്ങളുടെ കുടുംബത്ത് ദാരിദ്ര്യമുണ്ടാകുമെന്ന് ശൈത്വാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ പ്രവാചകരുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു ദംബിൻ അക്ബർ ഇൻദല്ലാഹ്, വമ്പിച്ച പാപമേട ഏതാണ് അള്ളാഹുവിന്റെ അടുക്കൽ? പ്രവാചകരുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അൻ തജ്അല ലില്ലാഹി നിദ്ദാ വഹുവ ഖലഖക, നിന്റെ റബ്ബ് നിന്നെ സൃഷ്ടിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നീ അറിഞ്ഞിരിക്കെ അവന് സമന്മാരെ ഉണ്ടാക്കലാണ്. മറ്റൊരു ഹദീസിൽ കാണാം,
അൻ തദ്ഉ വല്ലാഹ നിദ്ദൻ വഹുവ ഖലഖക, നിന്റെ സ്രഷ്ടാവ് റബ്ബെന്ന് ഉൾക്കൊണ്ടിരിക്കെ നീ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ് ഏറ്റവും വലിയ പാപമെന്ന് പ്രവാചകർ പറയുകയാണ്. പിന്നെ ഏതാണ് റസൂലേ? അള്ളാഹുവിന്റെ പ്രവാചകരോട് രണ്ടാമതായി ചോദിക്കുമ്പോഴേക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറുപടിയാണ് അൻ തഖ്തുല വലദക മഖാഫതൻ അൻ യത്അമ മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ നിനക്ക് ദാരിദ്ര്യമാകുമെന്നുള്ള ഭയത്താൽ അതിനെ കൊന്നുകളയുക, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വമ്പിച്ച രണ്ടാമത്തെ കുറ്റമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ഫഅൻസലല്ലാഹു അസ്സ വജല്ല തസ്ദീഖഹാ, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തിലെ വചനാമൃതങ്ങൾ എത്ര സത്യമാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് തെളിവായി പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബികൾക്ക്. അള്ളാഹുവിന്റെ കൂടെ മറ്റാരെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക, അത് വമ്പിച്ച പാതകമാണ്. അന്യായമായി കൊന്നുകളയുക വമ്പിച്ച പാപമാണ്. അവിഹിത മാർഗത്തിൽ ഏർപ്പെടുക വമ്പിച്ച പാപമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ ഒരു വിഭാഗം ഇസ്ലാമോഫോബിയ അഥവാ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവർ ഇസ്ലാമിനെതിരെ അവർ ഭീഷണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ അവർ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം വളർന്നു കഴിഞ്ഞാൽ ഇവിടെ പല മതങ്ങൾക്കും പല ആദർശങ്ങൾക്കും വിഘ്നങ്ങൾ നേരിടും എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ലോകമാധ്യമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ചില മാധ്യമങ്ങൾ ഇസ്ലാമിനെതിരെ ഒരുപാട് കെട്ടുകഥകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്താണ് ജൂലൈ 11 പോലെയുള്ള ജനസംഖ്യ ആചാരമായ UNO കൊണ്ടുവരുന്ന ആ ദിനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു മതവും കൂടിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആലങ്കാരികമായി നമ്മൾ പറയുന്നതല്ല. ഇന്നലെ പുറത്തിറങ്ങിയ ഒരു ദൈവനിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, ദൈവവിശ്വാസത്തെ വല്ലാതെയൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ദിനപത്രത്തിൽ, ഇന്നലെ വന്ന ഒരു ദിനപത്രത്തിൽ ഒരു കണക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ കണക്ക്? ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 201 രാജ്യങ്ങളിൽ ഒരു സെൻസസ് നടത്തി. പ്യൂ റിസർച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ സർവേ നടത്തിയത്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ കോൺറായ് ഹാക്കറ്റ് എന്ന് പറയുന്ന ഒരു പുരോഗമനവാദിയാണ്. ഏതായാലും മുസ്ലിം അല്ല എന്ന് വ്യക്തം. അദ്ദേഹം 201 രാജ്യങ്ങളിൽ അവിടെയുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു സർവേ നടത്തിയത് കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തുവിട്ട ഒരു പത്രത്തിൽ നാം വായിച്ചതാണ്. എന്താണ് അവിടെ പറയുന്നത്? ലോക ജനസംഖ്യയിൽ മുസ്ലിംകൾ 25.6%, ക്രിസ്ത്യാനികളാകട്ടെ 28.8%. എന്നിട്ട് ആ സർവേക്ക് നേതൃത്വം നടത്തിയ കോൺറായ് ഹാക്കറ്റ് പറയുകയാണ്, ക്രിസ്തു മതം വളരുന്നില്ല, തളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്, പഠന മനനത്തിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ സർവേയിൽ പത്രങ്ങൾ പുറത്തിറക്കിയ കൃത്യമായിട്ടുള്ള വാർത്തയാണ്. എന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്, ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ മതം വളരുന്നില്ല എന്ന് മാത്രമല്ല, 10 വർഷത്തിനിടയിൽ 1.8% കുറവും, ഇതേ കാലയളവിൽ പരിശുദ്ധ ഇസ്ലാം മതം 1.8% വളർച്ച ലോക അടിസ്ഥാനത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ, ഏറ്റവും പുതിയ സർവേ മനസ്സിലാക്കുകയാണ്. ഇതിലൊരു അത്ഭുതമെന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെയും വളർച്ച ആ സർവേ കണ്ടെത്തി. ലോകത്തെ യഹൂദ മതക്കാരുടെ വളർച്ച എന്ന് പറയുന്നത് 0.2%. 0.2% ലോകത്തെ യഹൂദ
അനുയായികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ആ യഹൂദന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരികളായിട്ട് താണ്ഡവമാടുന്നത് എന്ന് നാം അതൊരു മറ്റൊരു ചരിത്രമാണ് വിശ്വാസികളെ. അതൊരു അത്ഭുതമായിട്ട് ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 0.2% യഹൂദ മതത്തിന്റെ അനുയായികൾ ഒരു രാജ്യത്ത് മാത്രം അതിന്റെ ആധിപത്യം നടത്തിക്കൊണ്ട് ലോകത്ത് അക്രമം നടത്തുന്നതിനും അനീതി നടത്തുന്നതിനും പ്രേരണ നൽകുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ വിഭാഗത്തിന്റെ മാത്രം പിൻബലമല്ല എന്ന് കൃത്യമായിട്ട് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എവിടങ്ങളിലെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച്, അതിന്റെ വളർച്ചയെക്കുറിച്ച്, അതിന്റെ വികാസത്തെക്കുറിച്ച് എതിർക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുവോ അവിടങ്ങളിലെല്ലാം വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവാണ് മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച ഒരു പ്രവചനമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു പറയുകയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യനിഷേധികൾ എത്ര തന്നെ അനിഷ്ടകരമായിരുന്നാലും അള്ളാഹുവിന്റെ വെളിച്ചം പൂർത്തിയാവുക തന്നെ ചെയ്യും. കാരണം ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങളെയും അതിജീവിക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്റെ മതമാണ് ഇസ്ലാം. അതിജീവിക്കുക തന്നെ ചെയ്യും. അതിന്റെ വ്യതിരിക്തത എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതിന്റെ വ്യതിരിക്തത എന്ന് പറയുന്നത് സന്മാർഗമാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ പരിശ്രമിക്കുന്നുവോ അവർ പരാജയപ്പെടുക മാത്രമല്ല, അള്ളാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് സൂറത്തുൽ സ്വഫിലെ 6-ാമത്തെയും സൂറത്തു തൗബയുടെ ഒരു വചനവുമാണ്. വിശ്വാസികളെ, ഇത്രയും കൃത്യമായി ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ഒരു പ്രവചനം നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഇന്നല്ലാഹ സവാലിയൽ അർള് ഫറഅയ്തു മശാരിഖഹാ വമഗാരിബിഹാ വഇന്ന ഉമ്മത്തി സയബ്ലഉ മലകുഹാ മാ സുവിയലി ഫീഹാ. അള്ളാഹു എനിക്ക് ഭൂമിയെ ചുരുട്ടി കാണിച്ചു തന്നു. പ്രവാചകർ പറയുകയാണ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അള്ളാഹു എനിക്ക് ഭൂമിയെ ചുരുട്ടി കാണിച്ചു തന്നു. അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങൾ ഞാൻ കണ്ടു. ആ സ്ഥലങ്ങളിലേക്കെല്ലാം എന്റെ സമുദായത്തിന്റെ ആധിപത്യം ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി 1400 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനമാണ്. ഈ പ്രവചനം നടക്കുമ്പോൾ ഇസ്ലാം ലോകത്ത് വലുതായിട്ടൊന്നും വികാസം പ്രാപിച്ചിട്ടില്ല. വളരെ ചുരുങ്ങിയ രാജ്യങ്ങളിൽ മാത്രം ഇസ്ലാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വപ്നത്തിൽ പോലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ വഹയാണ്. അള്ളാഹുവിന്റെ വഹയനുസരിച്ചുകൊണ്ട് മാത്രമാണ് ദീൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പ്രവചനം കൃത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ വേളയിൽ വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായിട്ടുള്ള കാര്യം വിശ്വാസികളെ നമ്മുടെ ഓരോരുത്തരുടെയും അടയാളപ്പെടുത്തലുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നമുക്ക് അഭിമാനമാകണം ഇസ്ലാം. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ലവൻ ആരുണ്ട്? ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, അള്ളാഹുവിൽ പൂർണ്ണമായും സമർപ്പിച്ചവനാണ് എന്ന് പറയുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നാമാണ് വിശ്വാസികളെ. മുസ്ലിമായി കൊണ്ട് അതിന്റെ അസ്തിത്വത്തെ കളങ്കപ്പെടുത്താതെ, അതിന്റെ ഗരിമയെ തകർത്തു കളയാതെ, അതിന്റെ പോരിശയോടുകൂടി, അതിന്റെ ഇസ്സത്തോടുകൂടി ഓരോ വിശ്വാസിയും ആ മതത്തിന്റെ ചാലക ശക്തികളായിട്ട് മാറണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സഹപാഠികളോട് പറയുകയാണ്, ഇന്നക്കും കുൻതും അലന്നാസ്, സഹപാഠികളെ, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നിന്ദിതരായിരുന്നു, ഏറ്റവും പീഡിതരായിരുന്നു, അധമരായിരുന്നു നിങ്ങൾ. വഅഖല്ലന്നാസ്, ഏറ്റവും കുറഞ്ഞവരായിരുന്നു നിങ്ങൾ. വഅഹ്ഖറന്നാസ്, ഏറ്റവും തരം താഴ്ത്തപ്പെട്ടവരിൽ ഏറ്റവും തരം താഴ്ത്തപ്പെട്ടവർ നിങ്ങളായിരുന്നു. എന്നിട്ട് പ്രവാചകർ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫഅസ്സകമുല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു നിങ്ങളെ അഭിമാനികളാക്കി മാറ്റി, നിങ്ങളെ ഏറ്റവും വലിയ ഇസ്സത്തുള്ളവരാക്കി മാറ്റി. നിങ്ങൾ പീഡിതരും നിന്ദിതരും അപമാനിതരുമായി കഴിഞ്ഞിരുന്ന മുസ്ലിം സമുദായത്തെ ഏറ്റവും വലിയ ഇസ്സത്തുള്ളവരാക്കി മാറ്റി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫമഹുമാ തത്ലുബുൽ ഇസ്സ ബിഗൈരി യുദല്ലികുമുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഏറ്റവും വലിയ പ്രിയതോടനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഇസ്സത്താണ്. ഏത് ലോകത്തും എവിടെയും നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം ഞാൻ മുസ്ലിമാണ് എന്ന്. അതാണ് ഇസ്ലാമിന്റെ വ്യതിരിക്തതയും ഗരിമയും. ആ ഇസ്ലാം മതമല്ലാത്ത ഒരു ആദർശത്തെ ആരെങ്കിലും പുൽകിയാൽ, ആരെങ്കിലും സ്വീകരിച്ചാൽ, അതുവഴി നിങ്ങളെ അല്ലാഹു തആല അപമാനിതരാക്കും, ഏറ്റവും വലിയ നിന്ദിതരാക്കും, ഏറ്റവും വലിയ പീഡിതരാക്കും. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഈ ആദർശത്തിൽ വന്നതിന് ശേഷം അല്ലാഹു നമ്മുടെ ഇസ്സത്തിനെ വർദ്ധിപ്പിച്ചു, നമ്മളെ ഇസ്സത്തുള്ളവരാക്കി മാറ്റി. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും ഉന്നതരായ വിശ്വാസികളുടെ അടയാളങ്ങളായി നാം മാറിയെന്ന് ചരിത്രമാണ്. വിശ്വാസികളെ, ജഹാലത്തിന്റെ പടുകുഴിയിൽ നിന്ന് തൗഹീദിന്റെ ശുദ്ധമായ ആദർശത്തിലേക്ക് വന്നത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എവിടങ്ങളിലേക്കോ ഉള്ള നന്മകൾക്കുള്ള പ്രതിഫലമാണ്. ഈ തൗഹീദി ഗരിമയിൽ ഉൾക്കൊള്ളുവാൻ, ഈ ആദർശത്തിന്റെ കൂട്ടായ്മയിൽ വരുവാനുണ്ടായ കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ റബ്ബിന് വേണ്ടി മാത്രം ചെയ്ത ആ ഇബാദത്ത് റിയാ ഇല്ലാതെ, പ്രകടനപരതയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അമലുകളുടെ ആ പരിണിത ഫലം കൊണ്ടാണ് റഹ്മാനായ റബ്ബ് അഹ്ലുസുന്ന എന്ന് പറയുന്ന ഇസ്സത്ത് നമുക്ക് നൽകി ഏറ്റവും വലിയ ഉന്നതരായ അടിമകളാക്കി മാറ്റിയത് എന്ന് നാം തിരിച്ചറിയുക. വിശ്വാസികളെ, ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇപ്രകാരം നാം വായിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി കൊടുത്തത് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് തന്റെ മുസ്തദറക്കിലാണ്. നാം അതിവിടെ മനസ്സിലാക്കി. ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അൽ വാജിബു അലൽ മുസ്ലിമി അൻ യഅ്തറ ബിദീനിഹി വയഫ്തഖറ ബിഹി, ഓരോ വിശ്വാസിക്കും നിർബന്ധമായ ഒരു കാര്യമാണ് അവൻ സ്വീകരിച്ച ദീൻ കൊണ്ട് സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും വാജിബായ കാര്യമാണ്. ആ മുസ്ലിമിന്റെ നിലപാട് എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും എന്ത് കാര്യത്തിൽ ഒരു ഹദ്, ഒരു പരിധി നിശ്ചയിച്ചുവോ അതിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളണം. في هذا الدين القيم الذي ارتضاه الله تعالى لعباده فلا يزيد فيه ولا ينقص فيه. ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ അടിയാറുകളെ അവൻ തൃപ്തിപ്പെടും. അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീനിൽ ഒരു കാര്യത്തെ കുറയ്ക്കുകയുമില്ല, അവന്റെ ഉദ്ദേശപ്രകാരം കൂട്ടുകയുമില്ല. അങ്ങനെയുള്ളവനാണ് ഓരോ വിശ്വാസിയും. അവരുടെ നിലപാടുകൾ എന്ന് ശൈഖ് ഉസൈമീൻ റഹ്മഹുല്ലാഹ് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാം ഇസ്സത്തുള്ളവരാണ്, ഏവരെക്കാളും നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് പറയേണ്ടവരാണ്. ആ പറയുന്നവന്റെ ജീവിതത്തിൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, പ്രവാചകരുടെ സുന്നത്താണ് ഏറ്റവും വലുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതുപോലെ റളീതു ബില്ലാഹി റബ്ബാ, റളീതു ബില്ലാഹി റബ്ബാ, റബ്ബിൻ അള്ളാഹുവിനെ റബ്ബായി അവൻ തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ. വബിൽ ഇസ്ലാമി ദീന, മതത്തെ ഇസ്ലാമായി അവൻ തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ. വബി മുഹമ്മദ് നബിയ, അള്ളാഹുവിന്റെ പ്രവാചകരെ നബിയായും അവൻ തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ. വജബത് ലഹുൽ ജന്ന, സ്വർഗം ഉറപ്പാണ് അവന്. സാധിക്കുമോ വിശ്വാസികളെ നമുക്ക്?
സാധിക്കുമോ? ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ? നാമൊക്കെ കാനേഷുമാരി സർവേയിൽ മുസ്ലിംകളാണ്. ഇസ്ലാം നമ്മുടെ മതമായിട്ട് നാം രേഖപ്പെടുത്തുകയാണ്. ഈ 3 നിബന്ധനകളുള്ളവർ നമുക്ക് സാധിക്കുമോ വിശ്വാസികളെ? അള്ളാഹുവിനെ റബ്ബായും ദീനിനെ ഇസ്ലാം മതത്തെ ദീനായും പ്രവാചകരെ നബിയായും അഥവാ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് മാത്രമേ എന്റെ ജീവിതം ചിട്ടപ്പെടുത്തൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുത്ബയിൽ കൂടി നാം ഉൾക്കൊള്ളേണ്ടത്. നമ്മോടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നാം തന്നെ കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ നാം ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രവാചകനായി നാം അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞതിന് തലകുനിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുധാവനം ചെയ്ത സുന്നത്തിനെ നാട്ടുകാർ എതിർത്താലും വീട്ടുകാർ എതിർത്താലും നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നവനാകണം വിശ്വാസിയുടെ ഗരിമയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരാൾ ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ സ്വീകരിക്കുകയില്ല അള്ളാഹു. പരലോകത്ത് പരാജയമാണ്. ഇസ്സത്തുള്ളത് മുസ്ലിംകൾക്കാണ് വിശ്വാസികളെ. യഹൂദർ പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ ചെന്നാൽ അപമാനിതരായ നിന്ദരായ പീഡിതരായ മുസ്ലിംകളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ട യഹൂദികൾ വിശ്വസിച്ചു, ഞങ്ങളാണ് അള്ളാഹുവിന്റെ അഭിമാനമുള്ളവർ, ഞങ്ങൾക്കാണ് അള്ളാഹുവിന്റെ ഇസ്സത്തുള്ളവർ എന്ന് അവർ അഹങ്കാരം പറഞ്ഞിരുന്നതായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു ഇപ്രകാരം പറയുകയാണ്, യഖൂലൂന ലഇൻ വജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇല്ല യഹൂദികളെ, നിങ്ങൾക്കല്ല ഇസ്സത്ത്. ഇസ്സത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിനും അവന്റെ റസൂലിനും അവരെ വിശ്വസിച്ച മുസ്ലിംകൾക്കുമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ പറയുന്നതാണ് ഈ ആയത്ത്. അഭിമാനത്തോടുകൂടി നാം പറയുക, ഇസ്സത്ത് നമുക്കുള്ളതാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. ലോകം ആര് ഭരിച്ചുകൊള്ളട്ടെ, രാജ്യം ആരും ഭരിച്ചുകൊള്ളട്ടെ, നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വ്യസനിക്കേണ്ട നിങ്ങൾ, വിഷമിക്കേണ്ട നിങ്ങൾ, ഭയപ്പെടേണ്ട നിങ്ങൾ, വഅൻതുമുൽ അഅലൂൻ. അതാണ് വിശ്വാസികളുടെ നിലപാട്. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ, നിങ്ങൾ തന്നെയാണ് വിജയികൾ. ഒരു നിബന്ധന, മുഅ്മിനീങ്ങളാകണം, നിങ്ങൾ വിശ്വാസികളാകണം, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുധാവനം ചെയ്യുന്നവരാകണം. നാടോടത്ത് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. മഹല്ല് പറയുന്നത് പോലെ ഖുർആനിനും സുന്നത്തും എതിരായി കണ്ടാൽ പോലും മഹല്ലല്ലേ എന്നുള്ള പരിഗണന നൽകുന്നവനല്ല വിശ്വാസി. വാപ്പയല്ലേ, ഉമ്മയല്ലേ, അള്ളാന്റെ റസൂല് പറഞ്ഞത് പിന്നെയാകട്ടെ എന്ന് പരിഗണിക്കുന്നവനല്ല ഒരു വിശ്വാസി. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, വിശ്വാസികൾക്കാണ് പ്രതാപമുള്ളത് എന്നുള്ള അഭിമാനത്തോടു കൂടിയുള്ള ഒരു ജീവിതമായിരിക്കണം വിശ്വാസികളെ നമുക്കുണ്ടാകേണ്ടത്. അതാണ് ഇത്രയും കൃത്യമായ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വാഗ്ദാനം നിങ്ങൾക്കുമുണ്ട്. ആ വാഗ്ദാനം ഔന്നത്യം നൽകി നാം നിങ്ങളുടെ മുൻഗാമികൾക്ക്, ആധിപത്യം നൽകി നിങ്ങളുടെ മുൻഗാമികൾക്ക്. അള്ളാഹുവിന്റെ വാഗ്ദയാണ്, ഇത് പാഴായി പോവുകയില്ല. മുൻഗാമികളിൽ കൂടി അള്ളാഹുവിന്റെ വാഗ്ദ നടപ്പിൽ വരുത്തിയത് പ്രവാചകർ കൃത്യമായി പഠിപ്പിച്ചു തന്നു. ലോക മുസ്ലിംകൾ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിംകൾക്ക് ആ വാഗ്ദാനം നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്തിൽ കൂടി അള്ളാഹുവിന്റെ വാഗ്ദയാണ്. ഔന്നത്യം ആർക്കാണുള്ളത് വിശ്വാസികളെ? ആധിപത്യം ആർക്കാണുള്ളത് വിശ്വാസികളെ? ഇസ്സത്തും പ്രതാപവും ആർക്കാണുള്ളത് വിശ്വാസികളെ? നോക്കൂ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത വിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പോരാ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത വിശ്വാസികൾക്കുണ്ടാകുന്ന നിബന്ധന, അവർക്ക് അല്ലാഹുവിന്റെ വാഗ്ദാനം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ.
അവർക്കവൻ അള്ളാഹു തൃപ്തിപ്പെടുത്തി കൊടുത്ത മതത്തിന്റെ കാര്യത്തിൽ അവർക്കവൻ സ്വാധീനം നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ സ്വാധീനമുണ്ട്. നിങ്ങൾ ഭയപ്പാടിലായിരുന്നു, ആ ഭയത്തിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം നൽകിയ ആ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് വിശ്വാസികളെ വിശുദ്ധ ഖുർആനിലെ ഈ വചനാമൃതം. മുൻഗാമികൾ ആ നിർഭയത്വം സ്വീകരിച്ചവരാണ്. അവർക്ക് ഭയപ്പാടുണ്ടായിരുന്നു. അവരുടെ ഭയപ്പാട് മാറ്റിയതിന് ശേഷം അല്ലാഹു തആല നൽകിയ നിർഭയത്വം ലോകം ആര് ഭരിച്ചാലും നിങ്ങൾക്കും നൽകും. ഭൂരിപക്ഷം എന്നുള്ള ഒരു മാനദണ്ഡം നോക്കേണ്ട വിശ്വാസികളെ. നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നാലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം നിറവേറുക തന്നെ ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? രണ്ട് കാര്യങ്ങൾ വിശ്വാസികളെ നമുക്കുണ്ട് എങ്കിൽ. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അവർ എന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഇബാദത്ത് എന്ന് പറയുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും പ്രാർത്ഥനയും അത് ഉൾക്കൊള്ളുന്ന എല്ലാ ഇബാദത്തും എനിക്ക് മാത്രം സമർപ്പിക്കും. ലാ യുശ്രികൂന ബി ശൈആ. എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. പ്രവാചകന്മാരെയോ ഔലിയാക്കന്മാരെയോ ഏത് മഹാന്മാരെയോ എന്നിൽ പങ്കു ചേർക്കാത്തവർ, അവർക്കാണ് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനമുള്ളത്. ആ വാഗ്ദാനം സ്വീകരിക്കുവാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കുന്നില്ലയോ എന്നുള്ള ഒരു ആത്മവിമർശനമാണ് വിശ്വാസികളെ ഈ ആയത്തിന്റെ പഠനത്തിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ വാഗ്ദാനം മുൻഗാമികൾക്ക് നിറവേറ്റി കൊടുത്തവൻ ഹയ്യുൽ ഖയ്യൂമാണ്. അവൻ എന്നെന്നും ജീവിക്കുന്നവനും കഴിവുള്ളവനുമാണ്. അവന്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും. അതിനുള്ള വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്തു പോകരുത്. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് സൂറത്തുൻ നൂറിലെ 51-ാമത്തെ ആയത്തിൽ കൂടി, അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് ഒരു വിധി പറയുവാൻ വേണ്ടി വിളിച്ചാൽ അവർക്കാണ് അള്ളാഹുവിന്റെ ഈ വഅദയുള്ളത്. ഒരു കാര്യത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ കണ്ടാൽ പിന്നെ അവിടെ നിങ്ങൾ നാടോ ഭൂരിപക്ഷമോ മഹല്ലോ ഒന്നും പരിഗണിക്കരുത്. പിന്നെ വിശ്വാസികളുടെ നിലപാട് കേട്ടിരിക്കുന്നു റബ്ബേ, അനുസരിച്ചിരിക്കുന്നു റബ്ബേ. ഞങ്ങൾ ഇന്നലെ വരെ നടന്നു വന്നിരുന്ന, ഇന്നലെ വരെ പൈതൃകമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്ന വിശ്വാസ ആചാരങ്ങൾ തെറ്റാണെന്ന് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ വലിച്ചെറിയുകയാണ്. മദനിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിന്റെ മുന്നിൽ ഇതാ തലകുനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസികളെ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയികളാണ് അവർ. സാധിക്കുമോ നമുക്ക്? സാധിക്കുന്നുണ്ടോ നമുക്ക്? എന്തെല്ലാം കെട്ടുകഥകളും കാൽപ്പനിക കഥകളുമാണ് മുസ്ലിം സമുദായത്തിന്റെ പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം മായാജാല കഥകൾ. അതിന്റെ പിന്നാലെയും മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ സമൂഹം പോകുന്ന വല്ലാത്ത ഒരു ദാരുണമായ ഒരു കാലഘട്ടത്ത് മറ്റുള്ള മതങ്ങൾ പോലും ഇത്രയും ഉദാത്തമായ ഒരു മതത്തെ വളരെ മോശമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികൾ പലപ്പോഴും ഈ മുസ്ലിയാക്കന്മാരുടെ കെട്ടുകഥകളും കാൽപ്പനിക കഥകളും ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നുകൊണ്ട് പോകുന്നത് 30 വർഷം മുമ്പ് മരിച്ചു കിടക്കുന്ന ആ മനുഷ്യന്റെ കണ്ണ് ചിമ്മാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ തകർന്നു പോകുമായിരുന്നു. ഇതൊക്കെ പറയുന്നതാരാ? 10-20 വർഷം അറബി കോളേജുകളിലും ദർസുകളിലും പഠിപ്പിച്ച് വലിയ മുദരിസമാരും കമറുൽ ഉലമമാരും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് എക്സ് മുസ്ലിമും അല്ലാത്ത യുക്തിവാദികളും ഇതാണോ ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് ജനമനസ്സുകളിൽ പരിശുദ്ധമായ ഗരിമയുള്ള ഈ മതത്തിന്റെ ഗാംഭീര്യത്തെ തകർത്ത് കളഞ്ഞത് ഈ മുസ്ലിയാക്കന്മാരാണ്. അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അതിന് ഉത്തരവാദികൾ ഈ പുരോഹിതന്മാരാണ് എന്ന് നാം തിരിച്ചറിയുക വിശ്വാസികളെ. ഖബറിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം കെട്ടുകഥകളാണ് ഈ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറൂസും ചന്ദനക്കുടങ്ങളും മതത്തിന്റെ അടയാളമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് പറയുവാൻ സാധിക്കണം, ഇല്ല, ഇതല്ല അള്ളാഹു പരിചയപ്പെടുത്തിയ മതം, ഇതല്ല പ്രവാചകൻ പരിചയപ്പെടുത്തിയ മതം. അള്ളാഹുവിന്റെ മതത്തെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ഈ മതത്തിൽ
കെട്ടുകഥകളില്ല, ഉറൂസില്ല, ചന്ദനക്കുടങ്ങളില്ല, കാൽപ്പനിക കഥകളില്ല എന്ന് നെഞ്ചൂക്കോടുകൂടി വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ പറയുവാൻ സാധിക്കണം. നമുക്ക് അല്ലാഹുവിന്റെ ഇസ്സത്ത് അവർക്കാണുള്ളത്. ലിംഗസമത്വവും ലിബറൽ ചിന്താഗതിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും ഒക്കെ നടമാടുന്ന ഈ കാലഘട്ടത്തിൽ അന്തസ്സോടുകൂടി പറയുവാൻ സാധിക്കണം, ഇല്ല, ഇത് മുസ്ലിം വ്യക്തിത്വത്തിന് അപമാനകരമാകുന്ന ഒരു അടയാളങ്ങളാണ്. ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിന് അപമാനകരമാകുന്ന ഈ ചിന്താഗതിയെ അരുതേ എന്ന് പറയുവാൻ മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാർക്ക് പലർക്കും സാധിക്കുന്നില്ല. എങ്കിൽ എങ്ങനെയാണ് ഇസ്സത്ത് ഉണ്ടാവുക? നമുക്ക് എങ്ങനെയാണ് വിജയിക്കുക? നമുക്ക് കഴിഞ്ഞ ഖുത്ബയിൽ നാം കേട്ടതുപോലെ സമുദായത്തിലെ അംഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ജലത്തിന് മുകളിലുള്ള ചണ്ടി ചവറുകളെ പോലെ അധംപതിച്ചു പോകുന്ന ഒരു സമൂഹമായിട്ട് മാറും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽ പെട്ടവനാണ്. എവിടെയും എപ്പോഴും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.